നമസ്കാരം. ഇറാന്റെ മണ്ണിൽ ഇസ്മയിൽ ഹനിയയെ തീർത്ത മൊസാദ്. 2024 ജൂലൈ മാസത്തിലാണ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയെ ദുരൂഹ സാഹചര്യത്തിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇറാനു വലിയ ആഘാതമായി. ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസസ്കിയാന്റെ സ്ഥാനാരോപണ ചടങ്ങിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ. കനത്ത സുരക്ഷയുള്ള ഒരു അതിഥി മന്ദിരത്തിൽ താമസിക്കുകയായിരുന്ന ഹനിയയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഹനിയ വരുന്നതിന് 2 മാസം മുൻപ് ഈ അതിഥി മന്ദിരത്തിൽ മൊസാദ് സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചുവെന്നതാണ് റിപ്പോർട്ടുകൾ. അതിഥിയായി എത്തിയ ഹനിയയുടെ വധം ഇറാനെ തെല്ലുമല്ല പ്രകോപിപ്പിച്ചത്. വലിയ സൈനിക ശക്തിയായ ഇറാനിൽ വളരെ അനായാസമായി ആരെയും വധിച്ചു മടങ്ങാൻ ഇസ്രയേലിനായി എന്നത് വലിയ നാണക്കേടുണ്ടാക്കി. 2020 ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ മെഹറിൻ ഫക്രിസാദിനെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മിസൈൽ ഗൺ ഉപയോഗിച്ച് 1 മിനിറ്റ് കൊണ്ട് വധിച്ചത് ലോകമൊട്ടാകെ വലിയ ചർച്ചയായിരുന്നു. ശാസ്ത്രജ്ഞനോടൊപ്പം തന്നെ പത്നി അടക്കം മറ്റാർക്കും പരിക്ക് പോലും ഉണ്ടായില്ല. അതോടൊപ്പം ചേർന്ന് വായിക്കാവുന്നതായിരുന്നു ഹനിയയുടെ വധവും. തങ്ങൾക്കെതിരെ തുടക്കത്തിൽ തന്നെ ആരോപണം ഉയർത്തിയെങ്കിലും മാസങ്ങൾക്ക് ശേഷമാണ് ഹനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുന്നത്. ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതും തങ്ങളാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.